ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ നാളെ സിറിയയ്ക്കെതിരെ ഇന്ത്യ നിർണായക മത്സരത്തിനിറങ്ങും. ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞില്ല. ഏഷ്യൻ കപ്പിൽ അറബ് രാജ്യങ്ങളുടെ മേധാവിത്വം തുടരുകയാണ്. വിലയിരുത്തലുകളുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് കമാൽ വരദൂർ 24 പ്രതിനിധി അൻവർ പാലേരിക്കൊപ്പം ചേരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2 കളികളിലും ഇന്ത്യക്കൊരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാളെ വീണ്ടും സിറിയക്കെതിരെ ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എത്രത്തോളം പ്രതീക്ഷ പുലർത്താനാവും? അതായത് നമ്മൾ ആദ്യ 2 കളികളിൽ പരാജയപ്പെട്ടതോടുകൂടി നമ്മുടെ നോക്കൗട്ട് സാധ്യത 99% മങ്ങിയിട്ടുണ്ട്. ഇനി 1% ബാക്കിയുണ്ട്. അത് സിറിയക്കെതിരായ മത്സരത്തിൽ വലിയ മാർജിനിൽ ജയിക്കണം. വലിയ മാർജിനിൽ ജയിച്ചിട്ട് ഗ്രൂപ്പിൽ 3-ാം സ്ഥാനക്കാരായിട്ട് മാറി. ഇപ്പോൾ നിലവിൽ നമ്മൾ 4-ാമതാണ്. അതായത് ഓസ്ട്രേലിയയും ഉസ്ബെക്കിസ്ഥാനും സിറിയയും കഴിഞ്ഞ് 1 പോയിന്റും ഇല്ലാതെയാണ് ഇന്ത്യ നിൽക്കുന്നത്. നാളെ ജയിക്കുന്നു, വലിയ മാർജിനിൽ ജയിക്കുന്നു, 3-ാം സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും മികച്ച 4 3-ാം സ്ഥാനക്കാർക്ക് നോക്കൗട്ടിൽ ഇടമുണ്ട്. ഏറ്റവും മികച്ച 4 പേർക്ക് അതിലൊന്നാവാനുള്ള ഒരു ഭാഗ്യം, അതായത് അത് പൂർണ്ണ തലത്തിൽ ഭാഗ്യം വന്ന് നിറയണം എങ്കിൽ മാത്രമാണ്. എങ്കിൽ പോലും ഇപ്പോൾ കോച്ചുമായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുമായിട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴും അവർ വലിയ പ്രതീക്ഷയിലാണ്. വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇതുവരെ ഒരു ഗോള് നമ്മൾ അടിച്ചിട്ടില്ല. ഓസ്ട്രേലിയക്കെതിരെ 2 വാങ്ങി, ഉസ്ബെക്കിസ്ഥാനെതിരെ 3 വാങ്ങി, ആകെ 5 ഗോളാണ്. ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. അപ്പോഴും 1-2 ഗോൾ അടിച്ച് ജയിക്കാനായാൽ നമുക്ക് തല ഉയർത്തി തന്നെ മടങ്ങാം.